ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ദേശീയ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയായ സയൻസിന് ഷൊർണൂരിൽ ആവേശകരമായ തുടക്കം. അസമീസ് ചലച്ചിത്രകാരി മഞ്ജു ബോറ ഉദ്ഘാടനം ചെയ്തു. മേളയിൽ 100ലധികം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ ഫെബ്രുവരി 10 വരെ നീളുന്ന മേളയിൽ മികച്ച ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും സമ്മാനിക്കും. As a filmmaker, I have made feature films till now, 15 feature films, few documentaries and no short films. Because I consider documentaries and short films are more challenging than making a feature film. I am so envious of Pawan. He is here as the city chairperson. When he, comes with a very different kind of documentary. Actually, if it is not a documentary, what we have the concept of a documentary, but it is a storytelling in a different way, like a feature film, better than feature film. I should not appreciate him in front of him, but I can't help. His documentaries are unique. That is why I like to express few words on documentaries and short films. When people talk about cinema, they often think of big things, big stars, big budgets, but I have always believed that some of the most honest and powerful stories are told through documentaries and short films. These forms may not always get the same attention as feature films, but they play a very important role in visual media. As I stand before a gathering like science, you people, which celebrates documentary and short filmmaking, I am reminded that these are not small forms. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. ആർട്ടിസ്റ്റ് ഡയറക്ടർ പ്രേമേന്ദ്ര മജുംദാർ മേളയുടെ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. ഫെസ്റ്റിവൽ ചെയർമാൻ TV ചന്ദ്രൻ, മണിപ്പൂരി ചലച്ചിത്രകാരൻ ഹോംബം പവൻകുമാർ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് BR ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രശസ്ത നിരൂപകൻ GP രാമചന്ദ്രൻ, ചലച്ചിത്രകാരൻ രാജേഷ് ജെയിംസ്, നിരൂപകൻ P പ്രേമചന്ദ്രൻ, ബംഗാളി ചലച്ചിത്രകാരി ദേബ്ജാനി ബാനർജി, അനന്തകുമാർ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായി. ഫെബ്രുവരി 10 വരെ നീളുന്ന മേളയിൽ മത്സര വിഭാഗത്തിൽ 14 ഡോക്യുമെന്ററികളും 17 ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിന് പുറമെ ദേശീയ അന്തർദേശീയ പാക്കേജുകളിലായി 100ലധികം ചിത്രങ്ങളാണ് ഇത്തവണ ഷൊർണൂരിൽ എത്തുന്നത്. മികച്ച ഡോക്യുമെന്ററിക്കും ഹ്രസ്വ ചിത്രത്തിനും 50,000 രൂപയും വെങ്കല ശില്പവും പുരസ്കാരമായി ലഭിക്കും. കൂടാതെ സിനിമ എക്സ്പെരിമെന്റ്, സിനിമ ഓഫ് റെസിഡൻസ് എന്നീ വിഭാഗങ്ങളിലും പുരസ്കാരങ്ങൾ നൽകും. മലയാളത്തിലെ മികച്ച ചിത്രങ്ങൾക്കും പ്രത്യേകം അവാർഡുകളുണ്ട്. കോർഡിനേറ്റർ N ദിനേശ് ബാബു, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ രാജീവ് പിള്ളത്ത് എന്നിവർ സംസാരിച്ചു.